ഞാനിന്നൊരു സങ്കടകരമായൊരു ന്യൂസ് കണ്ടിട്ടാ. അത് കാരണമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. യുവാവ് അദ്ദേഹം ഡ്രീം കാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രീം കാറ് മേലിൽ കൂടെ കയറി ഇറങ്ങി മരിച്ചു എന്ന് കേട്ടത്. അതായത് വാഹനം കഴുകുന്നതിനിടയിൽ അദ്ദേഹം ഒരു ഇറക്കത്തിൽ ആണ് വണ്ടി നിർത്തി കഴുകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ എന്തുകൊണ്ട് വരുന്നു, അത് എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിക്കുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാവരും 100% ഈ ഹാൻഡ് ബ്രേക്ക് ഉണ്ടോ ഇതിനെ വിശ്വസിക്കരുത്. മറ്റൊന്നുമല്ല, ഇതിപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡാണ് ഞാൻ പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നിരുന്നാലും ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ ഇട്ടിട്ടാണ് വണ്ടി പാർക്ക് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്തിനാണ്? വേറൊന്നുമല്ല, നമ്മുടെ ഈ ഹാൻഡ് ബ്രേക്ക് എന്ന സാധനം, അതായത് ഇതിൻ്റെ കേബിൾ എങ്ങാനും ഇതിൻ്റെ കേബിളൊക്കെ പൊട്ടുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് ഗിയർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗിയർ ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ വണ്ടി ഏത് സൈഡിലേക്കാണോ മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി, ഇതിപ്പോൾ സ്ട്രെയിറ്റ് ഒരു കുറച്ച് ചെറിയൊരു താഴ്ചയുണ്ട് ഫ്രണ്ടിലേക്ക്, അപ്പോൾ വണ്ടി എങ്ങോട്ട് മൂവ് ചെയ്യാം? ഫ്രണ്ടിലോട്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഗിയറിൽ വേണം നമ്മൾ ഗിയർ ഇട്ട് വയ്ക്കാൻ പാർക്ക് ചെയ്യുന്ന സമയത്ത്. അതായത് ഇറക്കത്തിലാണ് നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗിയർ ഇടുക. അതായത് വണ്ടി ഫ്രണ്ടിലോട്ടാണ് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി, അപ്പോൾ റിവേഴ്സ് ഗിയറിലിടുക. ഇനി കയറ്റത്തിലാണ് നിങ്ങൾ പാർക്ക് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഇട്ട് വെക്കണം. ഫസ്റ്റ് ഗിയർ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ്, ബാക്കിലോട്ടാണ് വണ്ടി മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി, അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിലോട്ടുള്ള ഗിയർ ഇട്ട് വെക്കണം. ഇതാണ് ഇതിൻ്റെ കാര്യം. ഓക്കെ, ഇത് നിങ്ങൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡ് ബ്രേക്ക് എങ്ങാനും ഫെയിലായാലും നമ്മുടെ വണ്ടി ഗിയറിൽ ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ.